അകത്തോട്ട് പോവാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഈവനിങ് വ്ലോഗ് സെറ്റപ്പിൽ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈവനിങ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബേട്ടി വ്ലോഗ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്ക് മീ സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ പേജിൽ ഒന്നാമത് ഫോളോവേഴ്സ് കുറവാണ്, ആകെ 200 സംതിങ് ആൾക്കാരേ ഉള്ളൂ. അതിൽ തന്നെ റെസ്പോണ്ട് ചെയ്തത് 4-5 പേര്. അപ്പോൾ ഏതായാലും ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ട് നമുക്ക് ചെയ്യാം. കുറേ കാലമായില്ലേ യൂട്യൂബിൽ ഇരുന്ന് കൂത്തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ കാവ ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കാശ്മീരിലെ ഒരു സ്പെഷ്യൽ ടീ ആണ്, നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ പൗഡറാണ്. ഈ പൗഡർ ഇട്ട് തിളപ്പിക്കുകയാണ് വേണ്ടത്. എനിക്ക് കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും അത് ഓൾറെഡി കാവ ടീ ആയിട്ടുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് കിട്ടുമ്പോൾ കുറച്ച് ബദാം പീസൊക്കെ ഇടും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഇട്ടില്ല. എന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം സീരിയൽ കണ്ടു. ഇവർക്ക് സങ്കടം വരുമ്പോൾ കറക്റ്റ് മഴ പെയ്യും, എന്നിട്ട് ഇവർ മഴയത്ത് നടക്കും. ഇതാണ് ഈ സീരിയലിലെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇന്ന് സിപ്പി വരുന്നുണ്ട്. ഞങ്ങൾ സിപ്പിയെ വിളിക്കാൻ പോകാനായിട്ട് റെഡിയായി. പ്രഫുവിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സിപ്പിയെ വിളിക്കാൻ പോകാൻ. സിപ്പി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റാണ്. ഞങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് എടുത്ത ഫോട്ടോ, മൂന്നാറിലെ ഡ്രീം ക്യാച്ച്. ഹായ്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, Q&A ഇട്ടിട്ട് പകുതിയോളം ഫോളോവേഴ്സ് കണ്ടു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയതാകെ 5 പേരാണ്. അതിലൊരു ക്വസ്റ്റ്യൻ, പ്രഭുവിനെ എവിടെ നിന്ന് കിട്ടിയെന്ന്. പ്രഭുവിനെ എവിടെ നിന്ന് കിട്ടിയ? സ്കൂളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത കമൻറ്റ്, റിയലി ലവ് യുവർ കണ്ടന്റ് ആൻഡ് പ്ലീസ് ട്രൈ ടു അപ്ലോഡ് ഡെയിലി. കേട്ടോ പ്രഫു, അപ്ലോഡ് ഡെയിലി. പ്രഫു സഹായിക്കാത്തതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഡുവറ്റ് ഡാൻസ് ഒക്കെ കളിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പ്രഭുവിനെ വലിച്ചഴച്ച് കൊണ്ടുവരും. പക്ഷെ പ്രഭു ഇനിയിപ്പോൾ പഠിച്ചെന്ന് വിചാരിക്കും ഡാൻസ്, അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പ്രഭുവിന് ലൈറ്റ് വേണം, ക്വാളിറ്റി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ അവസാനം ഡിലേ ആവും. അങ്ങനെ എത്രയോ ഡാൻസുകൾ ഇറക്കാനിരിക്കുന്നു അല്ലേ പ്രഭു? താങ്ക് യു. അതുകൊണ്ടാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതെ. പിന്നെ ഞാൻ മടിയാണ്. എനിക്ക് ശരിക്കും കാശ്മീരിലത്തെ വ്ളോഗ്, പിന്നെ ദുബായി പോയതിൻ്റെ ഓരോ വീഡിയോസൊക്കെ ഇറക്കാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യൂസ് ഒന്നും കിട്ടാറില്ല അങ്ങനത്തെ ട്രാവൽ വീഡിയോസിനൊന്നും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്കും കൂടി അത് യൂസ്ഫുൾ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ട്രാവൽ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. വെറുതെ മെമ്മറി കാർഡൊക്കെ എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ. ഓക്കെ, അടുത്തത്, ഐ ആം ബിഗ് ഫാൻ ഓഫ് യുവർ വ്ളോഗ് ആൻഡ് റിയലി ലവ് യുവർ കണ്ടന്റ്, എസ്പെഷ്യലി ഫ്രണ്ട്സ് മീറ്റപ്പ് വ്ളോഗ്. അതിപ്പോൾ ആരായിരിക്കും കമൻറ്റ് ചെയ്തത്? വീഡിയോ കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും. എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണ്, കാണാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു സർക്കിൾ ഓഫ് ആൾക്കാർ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. താങ്ക് യു ഓൾ. അടുത്തത് സിപ്പിയുടെ ആണ്. കറങ്ങാൻ പോവാം ? കറങ്ങാനെന്ന് ഉദ്ദേശിച്ചത് തിന്നാൻ പോവാന്നാണ്. തിന്നാനാണ് നമ്മളിനി അടുത്ത പോകാൻ പോണത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വേറെ ആരും ചോദിച്ചിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ആൾക്കാർ 100 പേര് കണ്ടിട്ടെ, 200 സംതിങ് ആൾക്കാർ ഉള്ളതിൽ 100 പേര് കണ്ട്, ബാക്കി ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാട്ട് എക്സൈറ്റ്സ് യു ദ മോസ്റ്റ്? ഇത് ചോദിച്ചത് പ്രഭു ആണ്. ഇതിൻ്റെ ആൻസർ എനിക്കറിയാം, പക്ഷെ ഫസ്റ്റ് പ്രഭുവിനോട് ചോദിക്കാം, പ്രഭുവിന് എന്താ തോന്നുന്നതെന്ന്. എന്നിട്ട് ഇത് രണ്ടും മാച്ച് ആവുന്നുണ്ടോ നോക്കാം. എന്താ പറയണ്ടേ? പ്രഭു ചോദിച്ചതിന്റെ ആൻസർ എന്താണെന്നാ തോന്നുന്നത്? ടൂർ പോവാ. അതല്ലേ? പിന്നെ അത്രയൊക്കെ ഉള്ള ഫുഡ് കഴിക്കുക. ഞാൻ ഇതായിരുന്നു മനസ്സിൽ വെച്ചിരുന്നത്. പക്ഷെ കറക്റ്റ് ആയിട്ട് ഇത് പറയാന്ന് വിചാരിച്ചില്ല കേട്ടോ. ഏതായാലും എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്നത്, വെറുതെ പുറത്തിറങ്ങി കറങ്ങലല്ല, കുറച്ച് ആംബിയൻസ് ഒക്കെ ഉള്ള വല്ല മാൽദീവ്സോ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഫുഡ് അടിക്കാനൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് എക്സൈറ്റ്മെന്റ്. കണ്ട പക്ഷെ എനിക്ക് മുഖിക്കാം, നല്ലതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തപ്പോഴേക്കും ഒരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. ദുബായ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അതും പ്രഫു പറ.
ദുബായ് ട്രിപ്പ് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. അതെ, നല്ലതായിരുന്നു. സ്വപ്നത്തിലെ ദുബായ്. ഞാൻ എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നും വിചാരിച്ചില്ല. സിറ്റി ടൈപ്പ് സ്ഥലങ്ങളായി, പക്ഷെ ഭയങ്കര സംഭവമാണ് ദുബായ്. നമുക്ക് ഒരു തവണയെങ്കിലും പോകാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. അടിപൊളിയായിരുന്നു. സിറ്റി വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഗില്. ഹായ് പറയണേ. കൂടുതലുണ്ടോ റോളിനെ കാട്ടി? അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഫേവറേറ്റ് ഷവർമ സ്പോട്ടായിട്ടുള്ള അൽത്താസയിലാണ് പിന്നെ എത്തിയത്. ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ഇടയ്ക്ക് പ്രഫുന് നാണം വരും. പിന്നെ കടവന്ത്ര സൈഡിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഈ കടയിൽ വന്നു. നല്ലൊരു അടിപൊളി കടയായിരുന്നു. അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റേഴ്സിനകത്താണെങ്കിൽ ഇവരുടെ വക ഹോം ഡെലിവറി ഉണ്ട്. ഇത് ഹേസൽനട്ട് ബ്ലിസ് എന്നെന്തോ ആണ് അതിൻ്റെ പേര്. ചോക്ലേറ്റ് ലവേഴ്സിന് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. പിന്നെ റീൽസിൽ കണ്ടിട്ട് ഞങ്ങൾ ഇത് കഴിക്കാനാണ് പോയത്. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. പക്ഷേ റീൽസിൽ കണ്ട പോലെ ഇതിനകത്ത് ഒരുപാട് മലൈ ഐസ്ക്രീമും ക്രീമും ഒന്നും ഫിൽഡ് അല്ലായിരുന്നു. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.